നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഭക്തിനിർഭരമായ ചടങ്ങിൽ കൊടിയേറി. ഉത്സവത്തിരക്കിലമർന്ന ഗുരുഭവനപുരി. പ്രസാദഊട്ടിനും തുടക്കമായി. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വരവൂർ പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം ഉൾപ്പെടുന്ന പൊതുവഴി അടച്ചുകെട്ടിയതിനെതിരെ നടപടി സ്വീകരിക്കാത്തതിലും സ്വകാര്യ അറവ് മാലിന്യ പ്ലാന്റിലേക്ക് അനധികൃതമായി മാലിന്യം കൊണ്ടുവന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു സമരം. കുന്നംകുളം നഗരമധ്യത്തിൽ യുവതിയുടെ 5 പവൻ മാലയും മറ്റ് രേഖകളും അടങ്ങുന്ന പേഴ്സ് നഷ്ടപ്പെട്ട പരാതിയിൽ 1 മാസമായിട്ടും തുമ്പ് കണ്ടെത്താനാകാതെ പോലീസ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിക്കാനുള്ള ഒരുക്കത്തിൽ പരാതിക്കാരി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി പ്രധാന ജലവിതരണ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്ന ജോലികൾ തുടങ്ങി. ജല അതോറിറ്റി കുന്നംകുളം സെക്ഷന്റെ കീഴിലുള്ള കേച്ചേരി മുതൽ അക്കിക്കാവ് വരെയുള്ള ഭാഗങ്ങളിലാണ് പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. അക്കിക്കാവിൽ ഗതാഗത തടസ്സവും രൂക്ഷം. പനി ബാധിച്ച് 8 വയസ്സുകാരൻ മരിച്ചു. കരിക്കാട് പൂളയ്ക്കൽ പരേതനായ സുരേന്ദ്രൻ മകൻ അഞ്ജിത്താണ് മരിച്ചത്. പനിയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോട്ടോൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു. വാർത്തയിലാദ്യം ഗുരുവായൂർ ഉത്സവ വിശേഷം. ഉത്സവത്തിരക്കിലമർന്ന ഗുരുഭവനപുരി. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഭക്തിനിർഭരമായ ചടങ്ങിൽ കൊടിയേറി. തിങ്കളാഴ്ച രാവിലെ ആനയില്ലാ ശീവേലിയും ഉച്ചതിരിഞ്ഞ് ആനയോട്ടവും നടത്തിയ ശേഷം രാത്രി തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടാണ് സ്വർണധ്വജത്തിൽ കൊടിയേറ്റിയത്. സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞ തന്ത്രിയെ ഉത്സവ ചടങ്ങുകളുടെ ആചാര്യനായി വരിച്ചു. ഊരാളൻ മല്ലിശ്ശേരി കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ആചാര്യവരണം നിർവഹിച്ചത്. മുളപൂജയ്ക്ക് ശേഷം കൊടിമരത്തിനു ചുവട്ടിൽ തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കൊടിപ്പൂജ നിർവഹിച്ചു. കൊടിയേറ്റത്തിനു ശേഷം ശ്രീഭൂതബലിക്ക് ആനയോട്ട ജേതാവ് കൊമ്പൻ ബാലു തിടമ്പേറ്റി. കൊടിപ്പുറത്ത് വിളക്കിന് ഗുരുവായൂർ നന്ദൻ കോലമേറ്റി. ചൊവ്വാഴ്ച രാവിലെ ദിക്കുകൊടികൾ ഉയർത്തിയതോടെ ഉത്സവ എഴുന്നള്ളിപ്പുകൾക്കും തുടക്കമായി. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ 10 ദിവസങ്ങളിലായി നടത്തുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷയായിരുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെഫീർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ സായിനാഥൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എസ് ലക്ഷ്മണൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ഗുരുവായൂർ ഉത്സവത്തിൽ ഏറെ പ്രധാനമാണ് പ്രസാദഊട്ട്. ചൊവ്വാഴ്ച രാവിലെ മുതലാണ് ഊട്ടും ദേശപകർച്ചയും ആരംഭിച്ചത്. ഗുരുവായൂർ ഉത്സവത്തിന്റെ സവിശേഷതയായ ഉത്സവക്കഞ്ഞിയും മുദ്രപ്പുഴുക്കും ഉൾപ്പെടുന്ന പ്രസാദഊട്ട് തുടങ്ങി. തെക്കേനടയിലെ ശ്രീഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. ശ്രീഗുരുവായൂരപ്പന്റെ ചിത്രത്തിനു മുന്നിൽ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ഇലയിട്ട പാളപാത്രത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ കഞ്ഞിയും മുതിര ഇടിച്ചക്കപ്പുഴുക്കും വിളമ്പി. പരാതികൾ വരാത്ത രീതിയിലാണ് പ്രസാദ ഊട്ടിനായി ക്രമീകരണം ഒരുക്കിയിരിക്കുന്നതെന്ന് ദേവസ്വം ചെയർമാൻ ബി കെ വിജയൻ CCTVയോട് പറഞ്ഞു. ഗുരുവായൂരിലും പരിസരത്തുമുള്ള ഗുരുവായൂരിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് പട്ടിണി കൂടാതെ ഉത്സവകാലം കഴിച്ചുകൂട്ടണമെന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു സങ്കല്പമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇത് ഒരിടത്തും കാണാത്ത വളരെ അനന്യമായിട്ടുള്ളൊരു സങ്കല്പമാണ്. ആ സങ്കല്പത്തെ എല്ലാ ഭക്തജനങ്ങളും അവിടെ ഒരു ഭേദവുമില്ലാതെ സമഭാവനയോടുകൂടി എല്ലാ ഭക്തജനങ്ങളും മനസ്സാ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ദൃഷ്ടാന്തമാണ് നമ്മളിപ്പം നമ്മുടെ ചുറ്റും കാണുന്നത്. കഞ്ഞി, മുതിരപ്പുഴുക്ക്, പപ്പടം, തേങ്ങാപ്പൂൾ, ശർക്കര എന്നിവയാണ് രാവിലെ പ്രസാദ ഊട്ടിലെ വിഭവങ്ങൾ. ചെയർമാനും ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി മനോജ്, കെ പി വിശ്വനാഥൻ, മനോജ് ബി നായർ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരും ചേർന്ന് ഭക്തർക്ക് പ്രസാദഊട്ട് വിളമ്പി. വൈകിട്ട് ചോറ്, രസകാളൻ, ഓലൻ, പപ്പടം എന്നിവയുണ്ടാകും. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം 2 നേരം പകർച്ചയുണ്ട്. പ്രസാദഊട്ടിന് 3.34 കോടി രൂപയാണ് എസ്റ്റിമേറ്റ്. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഉത്സവത്തിന്റെ വിശേഷാൽ പ്രസാദഊട്ട് ഒരുക്കുന്നത്. തെക്കേനടയിലെ നവീകരിച്ച ശ്രീഗുരുവായൂരപ്പൻ ഹാളിലാണ് പ്രസാദഊട്ട് നൽകുന്നത്. ഒരു പന്തിയിൽ 1000-ലധികം പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. നാട്ടുകാർക്കായി നൽകുന്ന ഉത്സവ പകർച്ചയ്ക്കും തുടക്കമായി.
ഗുരുവായൂർ ക്ഷേത്രത്തിലെ നവീകരിച്ച ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ സ്ഥാപിച്ച ബിഗ് ഫാനിന്റെ സ്വിച്ച് ഓൺ കർമ്മം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ നിർവഹിച്ചു. അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ, തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി. മനോജ്, കെ.പി. വിശ്വനാഥൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗുരുവായൂർ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് EMS സ്ക്വയറിൽ നടന്ന പ്രഭാഷണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എം. കൃഷ്ണദാസ് നിർവഹിച്ചു. ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ.പി. വിനോദ് അധ്യക്ഷനായി. നവകേരളവും നവമാധ്യമങ്ങളും എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ കെ.ജെ. ജേക്കബ് പ്രഭാഷണം നടത്തി. ഹസൻ മുസ്ലാൻ പങ്കെടുത്തു. ഗുരുവായൂർ പുസ്തകോത്സവം, EMS സ്ക്വയറിൽ നാം മറന്ന ഭൂതം, മലബാറിന്റെ മധ്യകാല ചരിത്രം എന്നീ വിഷയങ്ങളെക്കുറിച്ച് കാലടി സംസ്കൃത സർവകലാശാല ചരിത്ര വിഭാഗം അധ്യാപകൻ ഡോക്ടർ അഭിലാഷ് മലയിൽ പ്രഭാഷണം നടത്തി. അധ്യാപികയും സാമൂഹ്യ പ്രവർത്തകയുമായ K.S. ശ്രുതി, ശ്യാം പെരുമ്പിലാവ് എന്നിവർ പങ്കെടുത്തു. മറ്റു വാർത്തകളിലേക്ക്. പനി ബാധിച്ച് 8 വയസ്സുകാരൻ മരിച്ചു. കരിക്കാട് പൂളയ്ക്കൽ പരേതനായ സുരേന്ദ്രന്റെ മകൻ അഞ്ജിത്താണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ അഞ്ജിത്തിന് പനിയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോട്ടോൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ രാത്രി 11 മണിയോടെ മരിച്ചു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. കരിക്കാട് CM-LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഞ്ജിത്ത്. ജിഷയാണ് മാതാവ്. 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ആര്യനന്ദ സഹോദരിയാണ്. 6 മാസം മുമ്പാണ് അഞ്ജിത്തിന്റെ പിതാവ് ഹൃദയാഘാതം മൂലം മരിച്ചത്. കഞ്ചാവുമായി യുവാവിനെ പിടികൂടി. ചൊവ്വന്നൂർ ഐനിക്കുളം അമ്പലത്തിന് സമീപം കണ്ണനായിക്കൽ വീട്ടിൽ സനുവിനെയാണ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ. മണികണ്ഠന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ ഐനിക്കുളം അമ്പലം റോഡിന്റെ വടക്ക് വശത്ത് 300 ഗ്രാം കഞ്ചാവുമായാണ് യുവാവ് പിടിയിലായത്. സർക്കാരിന്റെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുന്നംകുളം എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ പരിശോധന ഊർജിതമാക്കിയതിനെ തുടർന്നാണ് യുവാവിനെ കഞ്ചാവ് സഹിതം അറസ്റ്റ് ചെയ്തത്. ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PG ശിവശങ്കരൻ, CA സുരേഷ്, MA സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ CK റാഫി, MS സജീഷ്, KR ശ്രീരാഗ്, NK സതീഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വരവൂർ പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം ഉൾപ്പെടുന്ന പൊതുവഴി അടച്ചുകെട്ടിയതിനെതിരെ നടപടി സ്വീകരിക്കാത്തതിലും സ്വകാര്യ അറവുമാലിന്യ പ്ലാന്റിലേക്ക് അനധികൃതമായി മാലിന്യം കൊണ്ടുവന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാത്തതിലും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വരവൂർ പഞ്ചായത്തിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഭരിച്ച് പാക്ക് ചെയ്യുന്ന മിനി MCF, RRF യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിലേക്കുമുള്ള റോഡാണ് 3 ദിവസം മുമ്പ് രാത്രിയിൽ അടച്ചുകെട്ടിയത്. കോഴി, അറവു മാലിന്യങ്ങൾ സംഭരിച്ച് മറ്റു വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന അർബൻ വിങ്സ് ചിക്കൻ റെന്റിംഗ് പ്ലാന്റ് ഈ വഴിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനെതിരെ പ്രദേശത്ത് പ്രതിഷേധം നടക്കുന്നുണ്ട്. വഴിയടച്ചു കെട്ടിയതോടെ പ്ലാസ്റ്റിക് ശേഖരണം മുടങ്ങുകയും ശേഖരിച്ചവ വഴിയരികിൽ കെട്ടിക്കിടക്കുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് മതിൽ പൊളിച്ചു നീക്കി വഴി സഞ്ചാരയോഗ്യമാക്കാൻ നടപടിയും സംരക്ഷണവും വേണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടിയുണ്ടായില്ല. ഇതിനെ തുടർന്നാണ് പ്രസിഡന്റ് PP സുനിത, വൈസ് പ്രസിഡന്റ് KK ബാബു, സ്ഥിരം സമിതി അധ്യക്ഷരായ PK യശോദ, വിമല പ്രഹ്ലാദൻ, P ഹിദായത്തുള്ള, മെമ്പർമാരായ VK സേതുമാധവൻ, VT സജീഷ് എന്നിവർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പ്രതിഷേധിച്ചത്. ഇന്നേക്ക് 3 ദിവസമായി അടച്ചു കെട്ടിയിട്ട് അതിനെതിരെ ഗ്രാമപഞ്ചായത്ത് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വീണ്ടും പോലീസിനെ സമീപിച്ചുകൊണ്ട് ആ വഴി ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേകിച്ച് റിക്കവറി സെന്റർ അവിടെ ഉള്ളതിനാൽ നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ദൈനംദിനം ആ റോഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റോഡിൽ കിടക്കുകയാണ്, നമ്മുടെ RRFലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ. അപ്പൊ അതിനെതിരെ ആ വഴി നമ്മൾ നീക്കം ചെയ്യുന്നതിന് പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ നമ്മൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നപ്പോൾ പോലീസ് വീണ്ടും പറയുന്നത് സംരക്ഷണം വേണം പറഞ്ഞുകൊണ്ടുള്ള അപേക്ഷ വീണ്ടും വെക്കാനാണ് ആവശ്യപ്പെട്ടത്. അതിനെതിരെയാണ് ഞങ്ങൾ ഇവിടെ പ്രതിഷേധിച്ചത്. 3 വണ്ടികളുണ്ട്. ആ 3 വണ്ടികളും നമ്മൾ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വണ്ടി മാത്രമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള 2 വണ്ടികളും നടപടി ഉണ്ടാവണമെന്നാണ്, അടിയന്തരമായി നടപടി ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. സ്ഥലത്തെത്തി നടപടി സ്വീകരിക്കാമെന്ന് പോലീസ് ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. ഇതിനുശേഷം പോലീസിന്റെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി EN ഹരിനാരായണന്റെ നേതൃത്വത്തിൽ മതിൽ പൊളിച്ചു നീക്കി. അറവുമാലിന്യ സംഭരണ കേന്ദ്രത്തിലേക്ക് കോഴിമാലിന്യം കയറ്റുവന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കുവാൻ ആവശ്യപ്പെട്ടും പഞ്ചായത്ത് പരാതി നൽകിയിട്ടുണ്ട്. 3 വാഹനങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. മറ്റു 2 വാഹനങ്ങൾ കൂടി ഉടൻ പിടികൂടിയില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധ സമരം നടത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു.
വരവൂർ തളി നടുവട്ടത്ത് പ്രവർത്തിക്കുന്ന അറവു മാലിന്യ സംഭരണ പ്ലാന്റിന് അനുകൂലമാണ് പഞ്ചായത്ത് ഭരണസമിതിയും CPIM-ഉം എന്ന ആക്ഷൻ കൌൺസിലിന്റെ ആരോപണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത. വൈസ് പ്രസിഡന്റ് KK ബാബു, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ P ശങ്കരൻകുട്ടി, MR രതി മോഹൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നടുവട്ടം പാറപ്പുറത്താണ് അർബൻ വിങ്സ് ചിക്കൻ റെന്റിംഗ് പ്ലാൻ എന്ന പേരിൽ കോഴിമാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. 2021 കെട്ടിട നിർമ്മാണത്തിന് കമ്പനി അപേക്ഷ സമർപ്പിച്ചപ്പോൾ നിയമാനുസൃതം പെർമിറ്റ് നൽകിയിരുന്നു. എന്നാൽ മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് അപേക്ഷ സമർപ്പിച്ചെങ്കിലും ജനങ്ങളുടെ പരാതിയുള്ളതിനാൽ പഞ്ചായത്ത് ഭരണസമിതി ലൈസൻസ് നൽകിയിരുന്നില്ല. ഇതേ തുടർന്ന് കമ്പനി ഹൈക്കോടതിയെ സമീപിക്കുകയും അനുബന്ധ വകുപ്പുകളിൽ നിന്ന് അനുമതിയുള്ളതിനാൽ ലൈസൻസ് നൽകണമെന്നാവശ്യപ്പെട്ട് കോടതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 5-ാം തീയതി ഭരണസമിതിയുമായി കൂടിയാലോചിക്കാതെ സെക്രട്ടറി ലൈസൻസ് അനുവദിച്ചു. ഈ കാരണത്താൽ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ പഞ്ചായത്ത് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ഡയറക്ടർമാർക്ക് ഭരണസമിതി പരാതികൾ നൽകിയിട്ടുണ്ട്. അതേസമയം 5-ാം തീയതി ലൈസൻസ് കിട്ടിയ കമ്പനിയിലേക്ക് ട്രയൽ റണ്ണിനായി 4-ാം തീയതി ചട്ടങ്ങൾ ലംഘിച്ച് കോഴിമാലിന്യം വാഹനത്തിൽ കൊണ്ടുവന്നത് നിയമലംഘനമാണ്. ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ജില്ലാ കളക്ടർക്കും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. പഞ്ചായത്തും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭരണസമിതി ജനങ്ങൾക്കൊപ്പമാണെന്നും പ്രസിഡന്റ് PP സുനിത അറിയിച്ചു. ഈ ആശങ്കകൾ തീർക്കാതെ, അതായത് നിയമപരമായി കൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്താനാണ് അന്ന് ഭരണസമിതി ഇവരോട് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയാണ് ഉണ്ടായത്. കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു 14 ദിവസത്തിന്റെ ഉള്ളിൽ ഈ ഒരു ലൈസൻസ് ബന്ധപ്പെട്ട സെക്രട്ടറി നൽകണമെന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ലൈസൻസ് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മള് ഈ ഒരു പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ ഈ ഒരു സമരസമിതി ഉന്നയിക്കുമ്പോൾ അതില് ജനങ്ങളുടെ ആശങ്കകൾ തീർത്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്ലാന്റ് അവിടെ വരാൻ പാടുകയുള്ളെന്നും തീർത്തും ഭരണസമിതി എല്ലാ യോഗങ്ങളിലും ഇത് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. CPM പാർട്ടി ജനങ്ങൾക്കൊപ്പമാണ്. മാലിന്യ പ്ലാന്റ് അനധികൃതമായി പ്രവർത്തിച്ചാൽ പാർട്ടി തടയുമെന്നും വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആക്ഷൻ കൌൺസിലിന്റെ മറവിൽ ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശങ്കരൻകുട്ടി പറഞ്ഞു. ജനങ്ങൾക്ക് ദ്രോഹം വരുന്ന ഏത് കാര്യത്തിനും വരൂർ പഞ്ചായത്തിൽ CPIM എന്നുള്ള പ്രസ്ഥാനം ഒരിക്കലും നിൽക്കില്ല. അതിൽ യാതൊരു സംശയവുമില്ല. പ്രസ്ഥാനം ജനങ്ങൾക്കൊപ്പമാണ്. ഈ പ്ലാന്റിന്റെ എതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഫസ്റ്റിൽ തന്നെ അവർ ശുചീകരിച്ച വാഹനത്തിൽ കൊണ്ടുവരും, എല്ലാം കൃത്യനിഷ്ഠയോടെ ചെയ്യുള്ളൂ എന്നുള്ള അഭിപ്രായത്തിലാണ് പല കമ്മിറ്റികളിലും പാർട്ടി എന്നുള്ള നിലയ്ക്കും നമ്മൾ പങ്കെടുക്കലുണ്ടായി. പഞ്ചായത്ത് വനിതാ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് പലതവണ യോഗം നടത്തുകയും അതിലെല്ലാം അവരെടുത്ത തീരുമാനങ്ങളോ ആ നയങ്ങളോ അവർക്ക് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പാർട്ടിക്കൊരു എതിർപ്പ്. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ PK യശോദ, വിമല പ്രഹ്ലാദൻ, P ഹിദായത്തുള്ള, മെമ്പർമാരായ VK സേതുമാധവൻ, VT സജീഷ് എന്നിവരും പങ്കെടുത്തു. അണ്ടത്തോട് കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കയകറ്റണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. സമീപ പ്രദേശമായ പാലപ്പെട്ടിയിലെ അശാസ്ത്രീയമായ കടൽഭിത്തി നിർമ്മിതി മൂലം ജനവാസ മേഖലയിലേക്ക് കടലേറ്റം ഉണ്ടാവുകയും നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതായി യൂത്ത് ലീഗ് ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെ നിർമ്മാണവുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ ജനകീയ സമരങ്ങൾക്ക് യൂത്ത് ലീഗ് നേതൃത്വം നൽകുമെന്ന് നിർമ്മാണ സ്ഥലം സന്ദർശിച്ച ഭാരവാഹികൾ അറിയിച്ചു. യൂത്ത് ലീഗ് ഭാരവാഹികളായ അഷ്റഫ് ചോലയിൽ, PK ഇർഷാദ്, KM സക്കറിയ, ബാദുഷ, ഉനൈസ്, നേതാക്കളായ CM ഗഫൂർ, ഷക്കീർ പുളയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. അധികൃതർ തമ്മിലുള്ള വടംവലിയിൽ വലഞ്ഞ് നാട്ടുകാർ. നാക്കോല AO റോഡിലെ ടാർ കുത്തിപ്പൊളിച്ച് ആഴ്ചകൾ പിന്നിട്ടെങ്കിലും റീടാറിംഗ് ആരംഭിച്ചിട്ടില്ല. ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടുമെന്ന ആശങ്കയാണ് ടാറിംഗ് തുടങ്ങാത്തതിന് കാരണം. 1.5 കിലോമീറ്റർ ദൂരമുള്ള റോഡിൽ 27 ഇടങ്ങളിൽ പൊളിച്ച് ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം കണക്ഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെയെല്ലാം ശരാശരി 50 സെന്റിമീറ്റർ മാത്രം കുഴിയെടുത്താണ് പൈപ്പ് ഇട്ടിട്ടുള്ളത്. അതിനാൽ റോഡ് പണിക്ക് വൈബ്രാറ്റർ ഉൾപ്പെടെ യന്ത്രം പ്രവർത്തിക്കുമ്പോൾ പൈപ്പ് പൊട്ടാൻ സാധ്യത കൂടുതലാണ്. അശാസ്ത്രീയമായി റോഡ് പൊളിച്ചതാണ് നിലവിൽ യാത്രികർക്ക് ദുരിതമായത്. കാൽനടയായി പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. 2019 തുക വകയിരുത്തിയ റോഡാണ് 6 വർഷം പിന്നിട്ടിട്ടും എവിടെയും എത്താത്തത്. 1.5 കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് 1.47 കോടി രൂപയാണ് എസ്റ്റിമേറ്റ്. കൾവേർട്ട് പണികളും ഭിത്തികെട്ടലും 1 വർഷം മുമ്പ് കഴിഞ്ഞെങ്കിലും ടാറിംഗ് പ്രവൃത്തികൾ ചെയ്തിരുന്നില്ല. BMBC ടാറിങ്ങിനു മുന്നോടിയായാണ് ആഴ്ചകൾക്ക് മുമ്പ് നിലവിലെ റോഡ് പൊളിച്ചത്. നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടുമോ എന്ന ആശങ്ക തുടർ പ്രവർത്തനത്തിന് തടസ്സമായി. നിലവിൽ റോഡിന്റെ ഒരു വശത്തുകൂടി മാത്രമാണ് പൈപ്പ് പോയിട്ടുള്ളത്. ഭാവിയിൽ മറുവശത്തുള്ളവർക്ക് കണക്ഷൻ എടുക്കേണ്ടി വരുമ്പോൾ
റോഡ് കുറുകെ പൊളിക്കേണ്ടി വരും. റോഡിന്റെ മറുഭാഗത്ത് പൈപ്പിടാൻ അനുമതി ആവശ്യപ്പെട്ട് പഞ്ചായത്തിനെ രേഖാമൂലം പലവട്ടം സമീപിച്ചെങ്കിലും റോഡ് പൊളിക്കാൻ അനുവദിച്ചില്ലെന്നാണ് അതോറിറ്റിയുടെ വാദം. ഇപ്പോൾ പൈപ്പിടണമെന്ന് പഞ്ചായത്ത് പറയുന്നുണ്ടെങ്കിലും അതോറിറ്റിക്ക് ഫണ്ടില്ലെന്നും പറയുന്നു. റോഡിന്റെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി 14-ാം തീയതി MLA അധികൃതരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാളിന്റെ ഭാഗമായുള്ള പോസ്റ്ററിന്റെ പ്രകാശനം നടന്നു. തിരുനാൾ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് സാളൂർ തിരുനാൾ ജനറൽ കൺവീനർ MJ ജോഷിക്ക് പോസ്റ്റർ നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. സഹവികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, മദർ സുപ്പീരിയർ സിസ്റ്റർ വിജിൽ ജീസ്, കൈക്കാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, PA സ്റ്റീഫൻ, ജോൺസൺ C തോമസ്, പ്രതിനിധി യോഗം സെക്രട്ടറി ജീസൺ കാക്കശ്ശേരി, ജോയിന്റ് ജനറൽ കൺവീനർ CJ ആൽബർട്ട്, തിരുനാൾ കമ്മിറ്റിയിലെ കൺവീനർമാർ, ജോയിന്റ് കൺവീനർമാർ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മെയ് 2 മുതൽ 6 വരെയുള്ള തീയതികളിലാണ് പ്രധാന തിരുനാൾ ആഘോഷം. നഗരമധ്യത്തിൽ യുവതിയുടെ 5 പവൻ മാലയും മറ്റ് രേഖകളും അടങ്ങുന്ന പേഴ്സ് നഷ്ടപ്പെട്ട പരാതിയിൽ 1 മാസമായിട്ടും തുമ്പ് കണ്ടെത്താനാകാതെ കുന്നംകുളം പോലീസ്. ഇതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് പരാതിക്കാരി. കുന്നംകുളം ചെറുവത്താണി കൂളിയാട്ടിൽ വീട്ടിൽ ഐഷയുടെ 5 പവൻ വരുന്ന മാലയും ബാങ്ക് ചെക്ക് ബുക്ക്, ആധാർ കാർഡുമടങ്ങുന്ന പേഴ്സ് ഫെബ്രുവരി 7 ഉച്ചയ്ക്ക് കുന്നംകുളം തൃശൂർ റോഡിലെ സ്വകാര്യ ജ്വല്ലറിക്ക് മുൻവശത്തു വെച്ചാണ് നഷ്ടപ്പെട്ടത്. വീട്ടിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ സ്വകാര്യ ജ്വല്ലറിയിലെത്തിയ യുവതി പേഴ്സ് നോക്കിയപ്പോഴാണ് മാലയും മറ്റു രേഖകളുമടങ്ങുന്ന പേഴ്സ് നഷ്ടപ്പെട്ടതായി കണ്ടത്. ഉടൻ തന്നെ ജ്വല്ലറിയിലെ CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങിയ ഭാഗത്ത് പേഴ്സ് കിടക്കുന്നതും അതുവഴി വന്ന നൈറ്റി ധരിച്ച സ്ത്രീ എടുത്തുകൊണ്ടുപോകുന്നതായും കണ്ടെത്തി. പേഴ്സുമായി സ്ത്രീ എതിർവശത്തുള്ള ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്നതായാണ് ദൃശ്യങ്ങളിലുള്ളത്. CCTV ദൃശ്യം ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകി. എന്നാൽ അന്വേഷണം എവിടെയും എത്തിയില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി വിവരങ്ങൾ ചോദിച്ചറിയാറുണ്ടെങ്കിലും എങ്ങനെ അന്വേഷിക്കാനാണെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് പതിവെന്ന് ഐഷ പറയുന്നു. അതേസമയം ജ്വല്ലറിയിലെയും ഗവൺമെന്റ് ആശുപത്രിയിലെയും CCTV ക്യാമറകൾ കൃത്യമായി പോലീസ് പരിശോധിച്ചിട്ടില്ലെന്നും ആരോപണമുണ്ട്. നഗരസഭ സ്ഥാപിച്ചിട്ടുള്ള നഗരത്തിലെ CCTV ക്യാമറകൾ പരിശോധിച്ചാൽ സൂചന ലഭിക്കുമെന്നും യുവതി പറയുന്നു. 1 മാസമായിട്ടും യാതൊരു തുടർ നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്ന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് യുവതി. കണ്ടാണിശ്ശേരി പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി 2024-25 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം സൗജന്യ മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു. EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന പഞ്ചായത്ത് തല വിതരണ ഉദ്ഘാടനം പ്രസിഡന്റ് മിനി ജയൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് പ്രതിനിധി ഡോക്ടർ സൗമ്യ മോഹൻ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകുകയും ഗുണഭോക്താക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റിനീഷ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, TO ജോയ്, രമ ബാബു, AA കൃഷ്ണൻ, ഷീബ ചന്ദ്രൻ, കണ്ടാണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത, പബ്ലിക് ഹെൽത്ത് നഴ്സ് KM ഷെമീന തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, നഴ്സുമാർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നുമായി തെരഞ്ഞെടുത്ത ഗുണഭോക്താക്കൾക്കാണ് മെൻസ്ട്രൽ കപ്പ് നൽകിയത്. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി പുന്നേർകുളം പഞ്ചായത്ത് കുടുംബശ്രീ CDS ആൻഡ് ജെൻഡർ റിസോഴ്സ് സെന്റർ വനിതാ സംഗമം നടത്തി. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ ചടങ്ങ് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചറുടെ അധ്യക്ഷതയിൽ പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷൻ SI ഉഷ മുഖ്യാതിഥിയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തയിൽ മൂസ, ഷാനിബ മൊയ്തുണ്ണി, KH ആബിദ്, ജെൻഡർ റിസോഴ്സ് പേഴ്സൺ കവിത തുടങ്ങിയവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ ഗിരിജ രാജൻ സ്വാഗതവും വാർഡ് മെമ്പർ ശോഭ പ്രേമൻ നന്ദിയും പറഞ്ഞു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി പ്രധാന ജലവിതരണ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ തുടങ്ങി. ജല അതോറിറ്റി കുന്നംകുളം സെക്ഷന്റെ കീഴിലുള്ള കേച്ചേരി മുതൽ അക്കിക്കാവ് വരെയുള്ള ഭാഗങ്ങളിലാണ് പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. 17 കോടി രൂപ ചെലവിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർണ്ണമായി നവീകരിക്കുന്ന സംസ്ഥാന പാതയുടെ നിർമ്മാണം 2023 പൂർത്തിയാകേണ്ടതായിരുന്നു. കാലാവധിക്കുള്ളിൽ പണി പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന കരാർ കമ്പനിയെ ഒഴിവാക്കി പുതിയ കരാറുകാരെ നിയമിച്ചതോടെയാണ് വീണ്ടും പണികൾ ആരംഭിച്ചത്. മഴ തുടങ്ങുന്നതിനു മുൻപ് ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കാനാണ് പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി കല്ലുംപുറം മുതൽ പെരുമ്പിലാവ് വരെയുള്ള റോഡിൽ 1ാം ഘട്ട ടാറിംഗ് നടത്തിയെങ്കിലും ജല അതോറിറ്റിയുടെ പൈപ്പുകൾ മാറ്റാത്തതിനാൽ അക്കിക്കാവ് മുതൽ കുന്നംകുളം വരെയുള്ള ഭാഗങ്ങളിൽ കലുങ്ക് നിർമ്മാണം ഒഴികെ ഒരു പ്രവൃത്തിയും നടത്തിയിരുന്നില്ല.
നിർവഹണ ഏജൻസിയായ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റിനാണ് ഇപ്പോൾ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള ചുമതല. പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയതും മേൽനോട്ടം വഹിക്കുന്നതും ജല അതോറിറ്റിയാണ്. തൃത്താല കുടിവെള്ള പദ്ധതിയുടെ കുന്നംകുളം സെക്ഷന്റെ കീഴിലുള്ള വലിയ പൈപ്പുകളും 10 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പൈപ്പുകളുമാണ് മാറ്റുന്നത്. അരനൂറ്റാണ്ടോളം പഴക്കമുള്ളവയാണ് നിലവിലുള്ള പൈപ്പുകൾ. ഇവ ദിനംപ്രതി പൊട്ടുന്നത് മൂലം റോഡ് പൊളിക്കുന്നത് പതിവായിരുന്നു. അക്കിക്കാവിൽ ഗതാഗത തടസ്സം രൂക്ഷം. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പുതിയ ജലവിതരണ പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ തുടങ്ങിയതോടെ സംസ്ഥാന പാതയിൽ കുന്നംകുളത്തിനും അക്കിക്കാവിനും ഇടയിലുള്ള ഗതാഗതം ദുരിതമായി. പൈപ്പിടാൻ കുഴിച്ച കുഴിയുടെ സമീപം ദിശ പാലിക്കാതെ ഒരേ സമയം എത്തുന്ന വാഹനങ്ങൾ കടുത്ത ഗതാഗതക്കുരുക്കാണ് സൃഷ്ടിക്കുന്നത്. ഇത് പലപ്പോഴും തർക്കത്തിനും സംഘർഷത്തിനും ഇടയാക്കുന്നുണ്ട്. ഗതാഗത തടസ്സം രൂക്ഷമാകുമ്പോൾ ദീർഘദൂര ബസ്സുകൾ പഴഞ്ഞി വഴിയാണ് പെരുമ്പിലാവിൽ എത്തുന്നത്. അമിത വേഗത്തിൽ ഗ്രാമീണ റോഡ് വഴിയെത്തുന്ന ബസ്സുകൾ ആ വഴിയുള്ള ഗതാഗതത്തിനും ഭീഷണിയാകുന്നുണ്ട്. പണികൾ തീരും വരെ കൃത്യമായ ഗതാഗത നിയന്ത്രണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലെ പ്രതി അറസ്റ്റിൽ. പാവർട്ടി മനപ്പടി സ്വദേശി ചിരിയങ്കണ്ടത്ത് നിജോ ആണ് അറസ്റ്റിലായത്. വിവാഹിതനും 2 കുഞ്ഞുങ്ങളുടെ പിതാവുമാണ് പ്രതി. സംഭവത്തിനു ശേഷം പ്രതി എറണാകുളത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു. യുവതി ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇൻസ്പെക്ടർ ജി അജയ്കുമാർ, ASI സാജൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ റമീസ്, വൈശാഖ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തെളിവെടുപ്പിനായി പ്രതിയെ അടുത്ത ദിവസം വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് SHO അജയ്കുമാർ അറിയിച്ചു. എരുമപ്പെട്ടി പരിയാരം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ലിയോ പുത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ലതീഞ്ഞ് നൊവേന, വിശുദ്ധ കുർബാന, പിതാപാത, നേർച്ച സദ്യ എന്നിവയുണ്ടായി. ജനറൽ കൺവീനർ ജോജു അയ്യങ്കുളം, കൈക്കാരന്മാരായ വിൽസൺ അന്തിക്കാട്, ആൻസൺ ചുറയത്ത്, ലേവി ആളൂർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാർച്ച് 19 ബുധനാഴ്ചയാണ് ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നത്. കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ 2024-25 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോത്തുകുട്ടി വിതരണം നടത്തി. കണ്ടാണിശ്ശേരി മൃഗാശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ പോത്തുകുട്ടി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം TO ജോയ് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, AA കൃഷ്ണൻ, രമ ബാബു, വെറ്റിനറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബൈജു എന്നിവർ സംസാരിച്ചു. പദ്ധതി വിഹിതമായി വകയിരുത്തിയ 2.5 ലക്ഷം രൂപ ചെലവഴിച്ച് 40 പോത്തുകുട്ടികളെയാണ് വിതരണം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ 10 പോത്തുകുട്ടികളെ വിതരണം ചെയ്തു. മരിച്ചു ജീവിച്ച ആ കറുത്ത ദിനത്തിന്റെ 35 വർഷങ്ങൾ പിന്നിടുകയാണ് ഫാദർ സുനിൽ കുമാർ. കാണിപ്പയ്യൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ നാടക സംഘത്തിലെ 8 പേർ മരിച്ചതിന്റെ ദുരന്തം ഇന്നും വൈദികന്റെ മനസ്സിൽ നീറുന്ന ഓർമ്മകളാണ്. മാർച്ച് 11 ഈ ദിനം ഫാദറിന്റെ ജീവിതത്തിലെ കനലെരിയുന്ന ഓർമ്മകളായി ഇന്നും അവശേഷിക്കുകയാണ്. അപ്രതീക്ഷിതമായുണ്ടായ വാഹനാപകടത്തിൽ ഫാദറിന് നഷ്ടമായത് സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായ 8 പേരുടെ ജീവനാണ്. ഞായറാഴ്ചയായിരുന്നു അന്ന്. തൃശൂർ കലാകേന്ദ്രം നാടക സമിതി TG രവിയുടെ സംവിധാനത്തിൽ ചെന്തച്ചിക്കാവിലെ ദീപാരാധന എന്ന നാടകം അവതരിപ്പിക്കാനായി എടപ്പാൾ കണ്ടനകം ക്ഷേത്രത്തിലേക്കുള്ള യാത്ര. സമയം ഉച്ചതിരിഞ്ഞ് 4:30. കുന്നംകുളം കാണിപ്പയ്യൂരിലെത്തിയപ്പോഴായിരുന്നു ആ ദുരന്തം. അമിത വേഗതയിലായിരുന്ന ബസ് 18 പേരടങ്ങുന്ന നാടക സംഘം സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ വന്നിടിച്ചു. 9 പേർ മരിച്ചെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട്. എന്നാൽ ആ 9 പേരിൽ നിന്ന് സുനിൽ രക്ഷപ്പെട്ടത് ദൈവനിശ്ചയം പോലെയായിരുന്നു. ആശുപത്രി വരാന്തയിൽ ജീവൻ നിലച്ച ശരീരങ്ങൾ നിരത്തിയപ്പോൾ അവർക്കൊപ്പം സുനിലും 3.25 മണിക്കൂറോളം മരണത്തിലേക്ക് നീങ്ങുകയായിരുന്നു. 2 കൗമാരക്കാരാണ് സുനിലിന്റെ വിരൽ അനങ്ങുന്നതായി ശ്രദ്ധിച്ചത്. അത് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ ചലനമായിരുന്നു. എനിക്ക് അവരെ അന്യരായിരുന്നില്ല, എൻ്റെ പ്രിയ സഹോദരങ്ങളായിരുന്നു. ഞാനിത് വെറും വാക്ക് പറയണമല്ല. അഭിനയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, നാടകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്ന ചിന്തയാണ് പ്രൊഫഷണൽ ട്രൂപ്പിൽ എത്തിപ്പെടാനുള്ള ഘട്ടമുണ്ടായത്. ഞാൻ അവരുടെ ഇടയിൽ അത്രയും സീനിയേഴ്സായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ ഞാനൊരു സ്റ്റുഡൻ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ജ്യേഷ്ഠ സഹോദരന്മാരും സഹോദരിമാരായിട്ടാണ് അവരെന്നോട് പെരുമാറിയുള്ളത്.
നിലക്കളിക്കുട്ടി എന്നുള്ള രൂപത്തിലായിരുന്നു തുടങ്ങിയത്. പിന്നീട് അവരെ പോലെ തന്നെ ഏറ്റവും സീനിയർ ആർട്ടിസ്റ്റിന് കൊടുക്കുന്നതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ മേടിക്കുന്ന അവസ്ഥയിൽ ഞാൻ എത്തിച്ചേർന്നു. അത് എൻ്റെ കഴിവായിട്ട് ഞാൻ കാണുന്നില്ല. ഈശ്വരൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എന്നെ ഏൽപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ടായത് ദൈവകൃപ മാത്രമാണ്. പഠനമാണ് എൻ്റെ ലക്ഷ്യം, നാടകം. പിന്നീട് അബോധാവസ്ഥയിലായ 28 ദിവസങ്ങൾ, 1.25 വർഷം നീണ്ട ചികിത്സ. ദൈവനിയോഗം പോലെ ജീവിതം തിരിച്ചു കിട്ടിയപ്പോൾ സുനിൽ പുരോഹിത ശുശ്രൂഷ ഏറ്റെടുത്തു. ഞാൻ എൻ്റെ പൗരോഹിത്യ പഠനം ആരംഭിച്ചത് 10 വയസ്സിലാണ്. ഞാൻ ഒരു നടനായിട്ട് ആദ്യമായിട്ട് അറിയപ്പെടുന്നതും 10 വയസ്സിലാണ്. അതിനോടൊപ്പം തന്നെ ആയോധന കലകളും ആരംഭിക്കുന്നത് 10 വയസ്സ്. ഈ 3ലേക്ക് ഞാൻ എത്തിച്ചേർന്നത് കുന്നംകുളം എന്ന് പറയുന്ന ഈ ദേശത്തിലെ എൻ്റെ വാസമാണ്. ചെറുപ്പം മുതൽ ഫാദർ ആകണമെന്ന ആഗ്രഹത്തിനിടയിലും പഠിപ്പും കലയും ഒരുമിച്ച് കൊണ്ടുപോയി. ഇപ്പോൾ ബോംബെ മാർ ഗബ്രിയേൽ ചർച്ചിലും പാലക്കാട് മാർ ജയ പള്ളിയിലും തൃശൂർ മാർത്താമറിയ മെട്രോപൊളിറ്റൻ പള്ളിയിലും വികാരിയായി പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം കലാകാരനെന്ന നിലയിലും ഫാദർ സജീവമാണ്. സിനിമയും അഭിനയവും നാടകവും തുടങ്ങി ഫാദർ തിരക്കിലാണ്. ഷോർട്ട് മൂവിയിലെ അഭിനയത്തിന് മികച്ച അഭിനേതാവിനുള്ള അവാർഡും ഫാദർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബവും ഫാദറിന് പിന്തുണ നൽകി കൊണ്ടേയുണ്ട്. അരങ്ങിലും ജീവിതത്തിലും അരങ്ങ് തകർക്കുമ്പോഴും 17-ാം വയസ്സിലുണ്ടായ ദുരന്തവും സഹപ്രവർത്തകരുടെ വിയോഗവും കണ്ണീർ ഓർമ്മകളായി ഇന്നും ഫാദറിന്റെ മനസ്സിൽ തേങ്ങുന്നുണ്ട്. ചിറ്റണ്ട ശ്രീകരിക്കൽ അയ്യപ്പസ്വാമിയുടെയും ശ്രീ അന്തിമഹാകാളന്റെയും കുംഭമാസത്തിലെ പൂയ മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ അനന്തശയന ശർമ്മ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ചിറ്റണ്ട ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് അനുഷ്ഠാന വാദ്യകലകളുടെ അകമ്പടിയോടെ തളികാവിലമ്മ കലാസമിതി അവതരിപ്പിച്ച വട്ടമുടിയാട്ടം എഴുന്നള്ളിപ്പ് ക്ഷേത്രസന്നിധിയിലെത്തി. ചിറ്റണ്ട മനപ്പടി ആഘോഷ കമ്മിറ്റിയുടെ ചെണ്ടമേളം, കാള എന്നിവ ക്ഷേത്രപ്രദക്ഷിണം നടത്തി. ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഒരുക്കിയിരുന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന സ്ലീബ മോർ ഒസ്താത്തിയോസ് ബാവയുടെ 95ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് മഞ്ഞിനിക്കര ദയാറയിൽ നിന്നും ആരംഭിച്ച പതാക പ്രയാണത്തിന് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ സ്വീകരണം നൽകി. ട്രസ്റ്റി KJ സോജൻ രഥത്തിൽ ഹാരമണിയിച്ചു. പതാക പ്രയാണത്തിന് അനുഗമിച്ച മനു തങ്കച്ചൻ, ജിബിൻ ചാക്കോ, ബാബു ജോസഫ് എന്നീ വൈദികരുടെ നേതൃത്വത്തിൽ പള്ളിയിൽ പ്രാർത്ഥനയും എൽദോമോർ ബസേലിയോസ് ബാവയുടെ തിരുശേഷിപ്പടങ്ങിയ പേടകത്തിൽ ധൂപപ്രാർത്ഥനയും നടത്തി. സ്വീകരണത്തിന് സെക്രട്ടറി അരുൺ രാജൻ, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. കാർഷിക വികസന ക്ഷേമ വകുപ്പ് ചൊവ്വന്നൂർ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ വിത്ത് വിപണന മേളയും കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായി സർവീസ് ക്യാമ്പും സംഘടിപ്പിച്ചു. തൃശൂർ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണ് യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായി സർവീസ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെയായിരുന്നു ലൈബ്രറി ഹാൾ പരിസരത്ത് നടത്തിയ ചടങ്ങ്. കുന്നംകുളം കൌൺസിലർ മിനി മോൻസി അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മിനി മേനോൻ സ്വാഗതവും കൃഷി ഫീൽഡ് ഓഫീസർ S ജയൻ നന്ദിയും പറഞ്ഞു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം സീനിയർ മെക്കാനിക് C കേശവൻ പദ്ധതി വിശദീകരണം നടത്തി. ചേന, ചേമ്പ്, കാച്ചിൽ, ചെറുകിഴങ്ങുകൾ, ഇഞ്ചി എന്നിവയുടെ വിത്തുകളും പച്ചക്കറി വിത്തുകളും തൈകളും ബലവൃക്ഷ തൈകൾ, ജൈവ കീടരോഗ നിയന്ത്രണ ഉപാധികൾ, ജൈവവളങ്ങൾ, HDPI ഗ്രോ ബാഗുകൾ, ചട്ടികൾ, കർഷകരിൽ നിന്ന് സംഭരിച്ച പച്ചക്കറികൾ എന്നിവയുടെ വിൽപ്പനയും ഉണ്ടായിരുന്നു. സർവീസ് ക്യാമ്പിൽ കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾ സൗജന്യമായും ചൊവ്വന്നൂർ ബ്ലോക്കിലെ വിവിധ കൃഷിഭവനിലെ കർഷകർക്കായി ചെയ്തു നൽകിയിരുന്നു. കുന്നംകുളം വിവേകാനന്ദ കോളേജ് NSS വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സോയിൽ ക്യാമ്പയിനും ഉണ്ടായിരുന്നു. ഓൾ കേരള ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഏർപ്പെടുത്തിയ ബെസ്റ്റ് എക്സലൻസ് അവാർഡിന് കുന്നംകുളം കുരുവില ഡെന്റൽ ക്ലിനിക്കിലെ ഡോക്ടർ ടീന പോൾ അർഹയായി. കഴിഞ്ഞ 25 വർഷമായി ദന്തചികിത്സാ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ടീന പോൾ. കഴിഞ്ഞ ദിവസം ഡെന്റൽ അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഡോക്ടർ ടീന പോളിന് അവാർഡ് സമ്മാനിച്ചു. ആക്കിക്കാവ് PSM ഡെന്റൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയായ ഡോക്ടർ ടീന കുന്നംകുളം വൈശ്ശേരി സ്വദേശി സജൽരാജ് കുരുവിളയുടെ ഭാര്യയാണ്.
സേവന മേഖലയ്ക്ക് മുഖ്യ പരിഗണന നൽകി എളവള്ളി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് 31,72,5,356 രൂപ വരവും 31,14,62,000 രൂപ ചെലവും 57,43,356 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അവതരിപ്പിച്ചത്. നിലവിലെ ഭരണസമിതിയുടെ അവസാന ബജറ്റാണ് ചൊവ്വാഴ്ച ചേർന്ന ഭരണസമിതി യോഗത്തിൽ അവതരിപ്പിച്ചത്. ടൂറിസം, പ്രാദേശിക സാമ്പത്തിക വികസനം, മാലിന്യ നിർമ്മാർജ്ജനം, റോഡുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയുള്ളതാണ് എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പ്രഥമ പരിഗണന ബജറ്റിലുണ്ട്. പൊതുജനങ്ങൾക്ക് സൌജന്യമായി മരുന്ന് വിതരണം ചെയ്യുന്നതിന് 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. കൃഷി, മൃഗസംരക്ഷണം, ചെറുകിട വ്യവസായം, പ്രകൃതി സംരക്ഷണം, ജലസംരക്ഷണം എന്നിവ ഉൾപ്പെടുന്ന ഉൽപാദന മേഖലയ്ക്ക് 2,01,00,000 രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 5,27,00,000 രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത്. ഭവന നിർമ്മാണം, കുടിവെള്ളം, വിദ്യാഭ്യാസ, സാംസ്കാരിക യുവജനക്ഷേമം, വനിതാ വികസനം, വയോജനങ്ങളുടെ ക്ഷേമ പദ്ധതികൾ, കുടിവെള്ള പദ്ധതികൾ, അതിദാരിദ്ര്യ നിവാരണ പദ്ധതികൾ എന്നിവയ്ക്കും ബജറ്റിൽ പരിഗണന നൽകിയിട്ടുണ്ട്. നഗരസഞ്ചയ പദ്ധതി പ്രകാരം 3-ാം വാർഡിലെ വളാരെ തോട് കെട്ടി സംരക്ഷിക്കുന്നതിന് 90 ലക്ഷം രൂപ, മണച്ചാൽ കുണ്ടുപാടം ചാൽ സംരക്ഷണത്തിന് 90 ലക്ഷം, കിളിയൻതോട് 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി 62 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലെ 102 വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനത്താദ്യമായി പ്രഭാതഭക്ഷണം നൽകൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് ഈ വർഷവും പദ്ധതിക്കായി തുക മാറ്റിവെച്ചിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി ഹെലിപാഡ് വരുന്ന പഞ്ചായത്ത് എന്ന നിലയിലുള്ള പ്രവൃത്തികൾക്കും ബജറ്റിൽ പരിഗണനയുണ്ട്. ബജറ്റ് യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. ജിയോ ഫോക്സിന്റെ ആമുഖ പ്രസംഗത്തോടെയാണ് ബജറ്റ് അവതരണത്തിന് തുടക്കമായത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ, പഞ്ചായത്ത് അംഗങ്ങളായ PM അബു, സനിൽ കുന്നത്തുള്ളി, ശ്രീബിത ഷാജി, MP ശരത് കുമാർ, സുരേഷ് കരുമത്തിൽ, ലിസി വർഗീസ്, രാജി മണികണ്ഠൻ, പഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ എന്നിവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു. കണ്ടാണിശ്ശേരി മ്യൂസിക് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും സമാദരണവും ബുധനാഴ്ച നടക്കും. വൈകിട്ട് 6-ന് മാക് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ കർമ്മശ്രീ പുരസ്കാര ജേതാവ് അഡ്വക്കേറ്റ് രവി ചങ്കത്തിനെ അനുമോദിക്കും. തുടർന്ന് വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗ വിപത്തിനെക്കുറിച്ച് ഗുരുവായൂർ ACP TS സിനോജ് ബോധവൽക്കരണ സന്ദേശം നൽകും. ചടങ്ങിന്റെ ഭാഗമായി മാക് അംഗങ്ങൾ അവതരിപ്പിക്കുന്ന ഗസൽ സന്ധ്യയും അരങ്ങേറും. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജും NCC 23 കേരള ബറ്റാലിയൻ യൂണിറ്റും സംയുക്തമായി വനിതാ ദിന ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. വർത്തമാനത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ആക്രമണങ്ങൾക്കും വിവേചനങ്ങൾക്കും നേരെ പ്രതികരിക്കാൻ പൊതുസമൂഹം തയ്യാറാകണം എന്ന സന്ദേശമാണ് ഫ്ലാഷ് മോബിലൂടെ കുട്ടികൾ ആവിഷ്കരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അവതരണോദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ് അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ TO ജോയ്, രമാ ബാബു, AA കൃഷ്ണൻ, PK അസീസ്, ഷീബ ചന്ദ്രൻ, കണ്ടാണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത, പബ്ലിക് ഹെൽത്ത് നഴ്സ് KM ഷെമീന, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ C ബിഞ്ചു ജേക്കബ്, VL ബിജു, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് നിത ശ്രീനി, വിനീത ഫ്രിനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, MLSP നഴ്സുമാർ എന്നിവർ ഫ്ലാഷ് മോബിന് നേതൃത്വം നൽകി. ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തോടെ അതിഥി തൊഴിലാളികൾക്ക് വൈദ്യപരിശോധനാ ക്യാമ്പ് നടത്തി. കുന്നംകുളം CV സ്മാരക ഹാളിൽ നടത്തിയ ചടങ്ങ് വാർഡ് കൌൺസിലർ മിനി മോൻസി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർച്ച പദ്ധതി വിശദീകരണം നടത്തി. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടത്തിയ ക്യാമ്പിൽ നിരവധി അതിഥി തൊഴിലാളികൾ പങ്കെടുത്തു. താലൂക്ക് ആശുപത്രി പബ്ലിക് ഹെൽത്ത് നഴ്സ് CL റാണി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാനിഫ്, JPHN ഷോളി, ജില്ലാ മെഡിക്കൽ ഓഫീസ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വിദുല, നഹ്മിയ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയ ക്യാമ്പിൽ കുന്നംകുളം കൃഷിഭവൻ ഓഫീസർ S ജയൻ, ആശാ വർക്കർ പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ഹിന്ദു ബാലന് പിന്തുണയുമായി കുടുംബവും പൊതുപ്രവർത്തകരും. സംസ്ഥാന ക്രിക്കറ്റ് താരവും ഖേലോ ഇന്ത്യ കളരിപ്പയറ്റ് സ്വർണ്ണ മെഡൽ ജേതാവുമായ 14-കാരൻ വേദ്നാഥ് കൂനത്താണ് തന്റെ ആഗ്രഹപ്രകാരം നോമ്പെടുത്ത് സഹനത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാതൃകയായത്. റമദാൻ വ്രതത്തിന്റെ ചിട്ടകൾ അറിയാൻ പൊതുപ്രവർത്തകനായ MA കമറുദ്ദീനെ വിളിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചിട്ടയോടെ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്തു. മകനെ പിന്തുണച്ച് പിതാവും മാധ്യമപ്രവർത്തകനുമായ രവീന്ദ്രനാഥ് കൂനത്തും അന്നേ ദിവസം വ്രതമനുഷ്ഠിച്ചു.
കുടുംബം നോമ്പെടുത്ത വിവരമറിഞ്ഞ് പെരുമ്പിലാവ് തനിമ കലാസാംസ്കാരിക വേദി ചാപ്റ്റർ പ്രസിഡന്റ് ഷഹീദ് പാലിയത്തും മാധ്യമപ്രവർത്തകനായ ഹരി ഇല്ലത്തും പൊതുപ്രവർത്തകനായ MA കമറുദ്ദീനും നോമ്പുതുറ വിഭവങ്ങളുമായി വേദ്നാഥിന്റെ പെഞ്ഞാമുക്കിലെ വസതിയിലെത്തി. തുടർന്ന് കുടുംബത്തോടൊപ്പം നോമ്പു തുറന്നും അത്താഴം കഴിച്ചുമാണ് ഇവർ മടങ്ങിയത്. അണ്ടർ 14 സംസ്ഥാന ക്രിക്കറ്റ് ബി ടീം അംഗമായ വേദ്നാഥ് സഹകളിക്കാരായ ഇസ്ലാം ബാലന്മാർ വ്രതം അനുഷ്ഠിക്കുന്നത് കണ്ടാണ് നോമ്പിന്റെ മഹത്വം നേരിട്ട് അനുഭവിച്ചറിയാനുള്ള ആഗ്രഹം കുടുംബത്തെ അറിയിച്ചത്. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പഴഞ്ഞി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ സ്നേഹത്തണ്ണീർക്കുടം സ്ഥാപിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവ്യ ഇട്ടേര ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ സജി മാത്യു പദ്ധതി വിശദീകരണം നടത്തി. ബ്രോഷർ പ്രകൃതി സംരക്ഷണ സംഘം കാട്ടകാമ്പൽ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് മെമ്പർ റോയ് വർഗീസ് കൈമാറി. പൊതുപ്രവർത്തകൻ സാബു ഐനൂർ, LHI JC ജേക്കബ്, ഹെഡ് നഴ്സ് ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. പുന്നേർകുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റും വടക്കേക്കാട് ജനമൈത്രി പോലീസും സംയുക്തമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അനിൽകുമാർ മുഖ്യാതിഥിയായി. തൃശൂർ എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷഫീഖ് യൂസഫ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കാരുണ്യം ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ജനമൈത്രി കോർഡിനേറ്റർ സക്രിയ കുന്നച്ചം വീട്ടിൽ, അഭയം പാലിയേറ്റീവ് കോർഡിനേറ്റർ മൈമുന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രതിമാസ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും ഹോമിയോ മരുന്ന് വിതരണവും തെരഞ്ഞെടുത്തവർക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും ഉണ്ടായി. കാരുണ്യം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ആറ്റുപുറം സ്വാഗതവും വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ടോത്തയിൽ നന്ദിയും പറഞ്ഞു. പയ്യൂർ ഭാരത് ആർമി ഫാൻസിന്റെ 6ാം വാർഷികാഘോഷം നടന്നു. രാവിലെ സ്മൃതി മണ്ഡപത്തിന് സമീപം മുതിർന്ന വനിതാ അംഗം രമണി കണത്തെഴുത്ത്, എക്സിക്യൂട്ടീവ് അംഗം വിജയൻ പുളിയശ്ശേരി, സെക്രട്ടറി രാജേഷ് കണത്തെഴുത്ത്, ട്രഷറർ ഉണ്ണികൃഷ്ണൻ പാലയ്ക്കൽ, വനിതാ എക്സിക്യൂട്ടീവ് അംഗം ബേബി ഉഷ പാലയ്ക്കൽ, ജയ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. സെക്രട്ടറി രാജേഷ് കണത്തെഴുത്ത് അധ്യക്ഷനായി. ധീരരക്തസാക്ഷികളായ ഭാരതത്തിലെ സൈനികരുടെ സ്മരണയ്ക്കായി പുതുക്കി നിർമ്മിച്ച സ്മൃതി മണ്ഡപം ചടങ്ങിൽ നാടിന് സമർപ്പിച്ചു. തുടർന്ന് മേഖലയിലെ മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പുഷ്പാർച്ചന നടത്തി. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഭാരത് ആർമി ഫാൻസ് നിർധന രോഗിക്ക് സാമ്പത്തിക ചികിത്സാ സഹായം കൈമാറി. പഴഞ്ഞി MD കോളേജിലെ അവസാന വർഷ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾക്ക് യാത്രയപ്പും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി. കോളേജ് ഹാളിൽ NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ മഞ്ജുഷയുടെ അധ്യക്ഷതയിൽ നടന്ന യാത്രയപ്പ് യോഗവും ബോധവൽക്കരണ ക്ലാസും ഡോക്ടർ ജിജി പോൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സെൽഫ് ഫിനാൻസിംഗ് മേധാവി ഡോക്ടർ രാജീവ്, കോളേജ് യൂണിയൻ ചെയർമാൻ അഭിജിത്ത്, ഡോക്ടർ അനീഷ് രാംദാസ്, ഡോക്ടർ ജെസി എന്നിവർ സംസാരിച്ചു. NSS വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും കലാപരിപാടികളും ഉണ്ടായി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,020 രൂപ, പവന് 64,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 106 രൂപ. ചരമം ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി തടത്തിൽ പരേതനായ വേലായുധൻ ഭാര്യ കുഞ്ഞുമോൾ നിര്യാതയായി. 96 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. കുഞ്ഞുമോൻ വസന്തകുമാരി, സുബ്രഹ്മണ്യൻ, ശ്രീലത, ബാബു, പരേതരായ സുകുമാരൻ, ചന്ദ്രൻ, രാജൻ എന്നിവർ മക്കളാണ്. കുന്നംകുളം തെക്കേപ്പുറം ഒരുമനയൂർ വീട്ടിൽ വിശ്വനാഥൻ ഭാര്യ വിജയ നിര്യാതയായി. 55 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ നടത്തി. വിശ്വനി, വിശ്വജിത്ത്, വിശ്വാസ് എന്നിവർ മക്കളാണ്. വടക്കേക്കാട് തിരുവളയന്നൂർ അയനപ്പുള്ളി പരേതനായ AT ബാലരാമൻ ഭാര്യ അംബുജാക്ഷി നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ഗിരിജ, മായ, സിന്ധു, സുധീർ എന്നിവർ മക്കളാണ്. സത്യൻ, വടക്കേക്കാട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രുക്മിയ എന്നിവർ മരുമക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഭക്തിനിർഭരമായ ചടങ്ങിൽ കൊടിയേറി. ഉത്സവത്തിരക്കിലമർന്ന ഗുരുഭവനപുരി. പ്രസാദ ഊട്ടിനും തുടക്കമായി. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വരവൂർ പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം ഉൾപ്പെടുന്ന പൊതുവഴി അടച്ചുകെട്ടിയതിനെതിരെ നടപടി സ്വീകരിക്കാത്തതിലും സ്വകാര്യ അറവ് മാലിന്യ പ്ലാന്റിലേക്ക് അനധികൃതമായി മാലിന്യം കൊണ്ടുവന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു സമരം.
കുന്നംകുളം നഗരമധ്യത്തിൽ യുവതിയുടെ 5 പവൻ മാലയും മറ്റ് രേഖകളും അടങ്ങുന്ന പേഴ്സ് നഷ്ടപ്പെട്ട പരാതിയിൽ 1 മാസമായിട്ടും തുമ്പ് കണ്ടെത്താനാകാതെ പോലീസ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിക്കാനുള്ള ഒരുക്കത്തിൽ പരാതിക്കാരി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി പ്രധാന ജലവിതരണ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ തുടങ്ങി. ജല അതോറിറ്റി കുന്നംകുളം സെക്ഷന്റെ കീഴിലുള്ള കേച്ചേരി മുതൽ അക്കിക്കാവ് വരെയുള്ള ഭാഗങ്ങളിലാണ് പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. അക്കിക്കാവിൽ ഗതാഗത തടസ്സവും രൂക്ഷം. പനി ബാധിച്ച് 8 വയസ്സുകാരൻ മരിച്ചു. കരിക്കാട് പൂളയ്ക്കൽ പരേതനായ സുരേന്ദ്രൻ മകൻ അഞ്ജിത്താണ് മരിച്ചത്. പനിയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോട്ടോൾ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.